നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊടും ചൂടിൽ വെന്തുരുകുകയായിരുന്നു കേരളം ഇതുവരെ. ഇടയ്ക്കെങ്കിലും പലരും പറയുമായിരുന്നു മഴ പേരിനെങ്കിലും ഒന്ന് പെയ്തിരുന്നുവെങ്കിലെന്ന്. എന്നാൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പാണ് വന്നിരിക്കുന്നത്. സംസ്ഥാനത്തെ വേനൽ ചൂടിന് ആശ്വാസമായി വേനൽ മഴ എത്തുന്നു എന്ന വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. വെള്ളിയാഴ്ച മുതൽ വേനൽ മഴ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി വരുന്ന വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കേരളത്തിലെ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. വെള്ളി, ശനി ദിവസങ്ങളിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലും ഞായറാഴ്ച കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലുമാണ് യെല്ലോ അലർട്ടുള്ളത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. മറ്റു ദിവസങ്ങളിൽ ഒരു ജില്ലകളിലും പ്രത്യേക മഴ മുന്നറിയിപ്പില്ല. അതേസമയം അടുത്ത 3 മണിക്കൂറിൽ പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പിൻവലിച്ചിട്ടുണ്ടെങ്കിലും ഉയർന്ന താപനില മുന്നറിയിപ്പ് തുടരും. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും മലപ്പുറം, തൃശൂർ, പാലക്കാട്, കോട്ടയം, കൊല്ലം ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാമെന്നാണ് മുന്നറിയിപ്പ്. കോഴിക്കോട്, എറണാകുളം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയാകാം. ഈ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ്. സൂര്യാഘാത, സൂര്യതാപ സാധ്യതകൾ കണക്കിലെടുത്ത് പൊതുജനം ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 3 വരെ സൂര്യപ്രകാശം ശരീരത്തിൽ നേരിട്ടേൽക്കുന്നത് ഒഴിവാക്കണമെന്നാണ് നിർദ്ദേശം. കൊടും ചൂടിൽ നിന്ന് ആശ്വാസമായി സംസ്ഥാനത്ത് മഴയെത്തുന്നത് വലിയ ആശ്വാസമായിട്ടാണ് കാണുന്നത്. എങ്കിലും മഴ ഇനി സംഹാര താണ്ഡവം ആടുമോ എന്നുള്ള ഒരു ഭീതിയും ജനങ്ങൾക്കുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലകളിലെല്ലാം തന്നെ ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലാണ്. ഉരുൾപൊട്ടൽ സാധ്യതയും മണ്ണിടിച്ചിൽ, പ്രളയം, ഇതെല്ലാം 2018 മുതൽ തന്നെ മലയാളികളുടെ പേടി സ്വപ്നമാണ്. അതുകൊണ്ട് തന്നെ മഴയെന്ന് കേട്ടാലും ഭയമാണ്. എന്നാൽ കൊടും ചൂടിനെ സഹിക്കാനും വയ്യാത്ത ഒരവസ്ഥയിലേക്ക് കേരളത്തിന്റെ അവസ്ഥ എത്തിയിരിക്കുകയാണ്. വേനൽ മഴ എത്തുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കൊടും ചൂടിൽ നിന്ന് പെട്ടെന്ന് മഴയിലേക്ക് വരുമ്പോൾ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ചില അസുഖങ്ങളൊക്കെ പിടിപെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ ചികിത്സകളൊക്കെ തേടണം എന്നുള്ള മുന്നറിയിപ്പും വന്നിട്ടുണ്ട്. മഴ അതിശക്തമാകുകയാണെങ്കിൽ മറ്റിടങ്ങളിലേക്ക് മാറി താമസിക്കേണ്ട അവസ്ഥ ഉള്ള ജനങ്ങൾ അവർ എത്രയും പെട്ടെന്ന് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണം എന്നുള്ള മുന്നറിയിപ്പും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികളെയും പ്രായമായവരെയും ഒക്കെ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ്. അതുപോലെ തന്നെ മറ്റൊരു ഭീതിയാണ് മരങ്ങൾ കടപുഴകി വീഴാനും ചില്ലകൾ ഒടിയാനും ഒക്കെ സാധ്യതകളുണ്ട്. മഴയും കാറ്റും ഒക്കെ അതിശക്തമായി വരുമ്പോൾ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഉള്ളതാണ്. അതിനെയെല്ലാം ജാഗ്രതയോടെ തന്നെ ജനങ്ങൾ നേരിടണം. മഴ അതിശക്തമായി പെയ്യുന്ന സ്ഥലങ്ങളിൽ, വെള്ളച്ചാട്ടങ്ങളിലും അതുപോലെ തന്നെ മറ്റ് വെള്ളം പെട്ടെന്ന് കയറുന്ന ഇടങ്ങളിലുമൊക്കെ ഏറ്റവും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സമയമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കുക, സുരക്ഷിതരായിട്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയാനുള്ളത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.